അപ്പോൾ ഗൈസ് നമ്മുടെ റോസ് അവിടെ കുറേ പേപ്പേഴ്സ് പിടിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പേപ്പേഴ്സാണ്. നമ്മുടെ ഉണ്ണിമോളും ജാസ്മിനും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഉദ്ദേശം നമുക്കൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. എന്താ റോസ് ഇങ്ങനെ ഇരിക്കണേ? മൂഡ് ഔട്ടായിട്ട് ഇരിക്കണ്ടല്ലോ, എന്താ പ്രശ്നം? നല്ല പേപ്പേഴ്സാണ്, നല്ല പേപ്പേഴ്സാട്ടാ, നല്ല ക്ലീൻ ആയിരുന്നു. നമ്മളന്ന് ബുക്ക് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. നല്ല പേപ്പേഴ്സാണ്. എന്തൊക്കെ ചെയ്യണം കുറച്ച് കട്ടിയൊക്കെ ഉള്ളതാണ്. എന്തോ എനിക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട്, പക്ഷെ എന്താ കിട്ടണില്ല. ഇത് വെച്ച് നമുക്കൊരു അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല ഒരു എന്താ പറയാ, വേസ്റ്റായി കത്തിച്ച് കളയുന്ന ഈ പേപ്പറല്ലേ, ഇത് വെച്ച് നമുക്ക് അടിപൊളി ഒരു സാധനം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കാണാം. ഡെക്കോറേറ്റാണ്, കാണാം. അപ്പോൾ നമ്മൾ ഈ പേപ്പർ കവറിൻ്റെ മുകളിലത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. നമുക്കത് ആവശ്യമില്ല കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ അടിഭാഗം നല്ലൊരു കട്ടിയിലാണുള്ളത്. അപ്പോൾ അതും കൂടി നമ്മൾ 1 ഇഞ്ചോളം നമ്മൾ കയറ്റി വെട്ടി കളയുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് ഓപ്പൺ ആക്കി എടുക്കണം കേട്ടോ. സെൻറ്ററിൽ നോക്കി കട്ട് ചെയ്ത് മാറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തതായിട്ട് അപ്പോൾ നമ്മളിത് നിവർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ നമ്മൾ നടുക്ക് കട്ട് ചെയ്യാണ്. ഇനി നമ്മൾക്ക് ആ ഒരു പേപ്പറിനെ നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യാണ്. ഇതുപോലെ നടുമടക്കി കഴിഞ്ഞ കോണോട് കോണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ കറക്റ്റ് സ്ക്വയർ അല്ലാത്ത കാരണം നമുക്ക് കുറച്ചൊരു വ്യത്യാസം വരും, എന്നാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മളതിങ്ങനെ കംപ്ലീറ്റ് ആയി കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് 2 എണ്ണം നമുക്ക് ട്രയാങ്കിൾ കിട്ടിയിട്ടോ. ഇനി നമ്മൾ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ 1 ഇഞ്ച് വീതിയിലാണ് നമ്മൾ മടക്കി കൊടുക്കുന്നത്. ഒരെണ്ണം ഇങ്ങോട്ട് മടക്കുക, ഒന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അങ്ങോട്ട് മടക്കുക. ആ രീതിയിലാണ് നമ്മളിത് ഫുള്ളായിട്ട് മടക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ആയി മടക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റം അവസാനത്തെ ഭാഗമില്ല, ആ ഭാഗം നമ്മളിത് തേച്ചിട്ട് നമ്മളൊന്ന് ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തേച്ചാൽ മതി, അവിടെ ഒന്ന് ഇരിക്കണം എന്നുള്ള രീതി. അങ്ങനെ നിവർന്ന് വരാതിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമല്ല. അല്ലെങ്കിൽ ഗ്ലൂ ഗൺ അതിൻ്റെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഗം യൂസ് ചെയ്യാൻ നല്ലത്, കുഞ്ഞു മക്കൾക്കൊക്കെ ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് പറ്റുമല്ലോ, പേടിക്കണ്ടല്ലോ. ഇനി നമ്മളിതിനെ നേരെ നടു മടക്കാണ്. വീഡിയോയിൽ കാണുന്ന പോലെ നേരെ നടു മടക്കാം. കണ്ടില്ലേ, ഇതേപോലെ നേരെ നടു മടക്കിയ ശേഷം അതിൻ്റെ ആ ഭാഗത്ത് നമ്മൾ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നല്ല ഇതായിട്ട് നല്ല വൃത്തിയിൽ തന്നെ നമ്മളതൊന്ന് നന്നായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയായി തന്നെ അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഒട്ടിച്ചതിന് ശേഷം നമുക്കിത് ഇങ്ങനെ കിട്ടും. അതിൻ്റെ തുമ്പ് ഭാഗത്ത് എന്തെങ്കിലും നല്ല ഇതായിട്ടില്ലെങ്കിൽ ഷാർപ്പായിട്ടില്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തോളോ. ഇപ്പോൾ ഇതേപോലെ നമുക്കൊരു 5-6 പീസ് നമ്മൾ ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വലിയ ജൈൻറ്റ് സൈസിൽ നല്ല വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാന്ന് വെച്ചാൽ നമ്മുടെ വോൾമൊക്കെ ഡെക്കോറായിട്ട് നമുക്ക് വൈറ്റ് പെയിൻ്റ് അടിച്ച വോൾമൊക്കെ ഡെക്കോറായിട്ട് സെറ്റ് ചെയ്യുക അടിപൊളിയാണ് കേട്ടോ. ഒത്തിരി നല്ല സൈസിൽ ഉണ്ടാക്കിയെടുക്കണം. അടിപൊളി ഒരു ഡെക്കോർ പീസാണ്, വോൾ ഡെക്കറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ളത് വലിയ ഇതേപോലത്തെ ടൂത്ത് പിക്കിൻ്റെ ഒക്കെ വലുത് വരുന്നില്ലേ, അതാണ് നമ്മൾ അതിന് അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത്. അതിനുമ്പോൾ നമ്മൾ നമ്മൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ ലീഫ് അങ്ങനെ എന്തെങ്കിലും പറയാം നമുക്ക്, അത് നമ്മൾ ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മളൊന്ന് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്ന ഈ വശത്ത് തന്നെ നമ്മൾ നന്നായി ഫെവിക്കോൾ ആ സ്റ്റിക്കുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഇത് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ പോരുന്നില്ല, അത് നല്ലതായിട്ട് അവിടെ ഇരുന്നോളൂ. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഇതൊരു ഫ്ലവർ പോട്ടായിട്ട് ഇനി മാറ്റാൻ പോവാണ്. ഒരു പോട്ടിനുള്ളിൽ ഒരു ഫ്ലവറൊക്കെ അതുപോലെ സെറ്റ് ചെയ്ത് ലീഫൊക്കെ സെറ്റ് ചെയ്തുള്ള നല്ലൊരു ഡെക്കോർ പീസായിട്ട് മാറ്റാനാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഇതേപോലെ ഒരു റൗണ്ടിലുള്ള കാർഡ്ബോർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ ഫാനൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസാണ്, റൗണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗത്തും ഹോളാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു ഭാഗം നമ്മൾക്ക് ക്ലോസ് ചെയ്യണം, അടിയത്തെ ഭാഗം നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. നമുക്ക് തെർമാക്കോൾ വെച്ചിട്ടോ അല്ലെങ്കിൽ കാർട്ടൂണിൻ്റെ ബോക്സ് വെച്ചിട്ടോ എന്തെങ്കിലും നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് തെർമാക്കോളാണ്. തെർമാക്കോൾ ഇതേപോലെ
അതിൻ്റെ വലിപ്പം നോക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിത് പതുക്കെ ഒന്ന് ഇറക്കി കൊടുക്കുകയാണ്. അതുപോലെ ഒന്ന് ഇറക്കി കൊടുത്താൽ അതിൻ്റെ ഉള്ളിലേക്ക് വരും. എന്നിട്ട് ഫുള്ളായി ഇറക്കണേ മുന്നേ നമ്മൾ ഇതിൻ്റെ കാർബോണിൻ്റെ ഈ ചട്ടാരമ്മ ഗം തേക്കണം. എന്നാലാണ് അത് അവിടെ ഒന്ന് സ്റ്റിക്കായിട്ട്, പിന്നെ അത് അവിടെ ഒന്ന് പോവില്ല. അപ്പോൾ നല്ല സ്റ്റിക്കായിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ നമുക്കത് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ഗ്ലൂഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ തെർമാക്കോളിൻ്റെ പീസ് പതുക്കാണ്ട് ഇറക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ. നമ്മളിത് അതേപോലെ ഒന്ന് ഇറക്കി കൊടുത്താൽ മതി. കറക്റ്റ് ഒപ്പത്തിന് അത് ആക്കി കൊടുക്കുക. അതേപോലെ തന്നെ അപ്പോൾ നമ്മളവിടെ ഹോളുള്ള ഭാഗമൊക്കെ അത് ക്ലിയറായി കിട്ടും കേട്ടോ. അപ്പം നമ്മളിനി അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതുമ്മേ കവർ ചെയ്യണ്ടല്ലോ. കാർട്ടൂണിൻ്റെ കളറൊക്കെ നമുക്ക് കവർ ചെയ്ത് നമ്മളൊക്കെ പോട്ടിനെ ഒരു അടിപൊളിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പറാണിത്. ഇത് നമ്മളെ ചലഞ്ച് വീഡിയോ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജാസ്മിനും റോസും കൂടിയിട്ട് ഒരു മിനിയേച്ചർ റൂം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാണാത്തവർ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ ഇടാം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അടിപൊളിയായിരുന്നു ഒരു മിനിയേച്ചർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജാസ്മിൻ്റെ മിനിയേച്ചർ റൂം സെറ്റ് ചെയ്തതിൻ്റെ പേപ്പർ വെച്ച് നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ നല്ലൊരു സ്റ്റാൻഡേർഡ് പേപ്പറാണ് കേട്ടോ ഇത്. അതായത് ഒരു ഓഫ് വൈറ്റ് പോലത്തെ കളറുമ്പോൾ നല്ല ഗോൾഡൻ്റെ ഫ്ലവേഴ്സൊക്കെ വരുന്ന നല്ല അടിപൊളി ഒരു നല്ല ക്ലാസ് ലുക്കുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഇതിന്മേൽ വെച്ചിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് ശരിക്കും നോക്കി നമ്മൾ കട്ട് ചെയ്തെടുത്ത് അവിടെ നിന്ന് നന്നായി ടൈറ്റാക്കി പിടിച്ച് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുള്ള് കവറായി കിട്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇനി ഫുള്ളായത് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടിയിലേക്ക് നമ്മൾ കുറച്ച് ഭാഗം കൂടുതലിട്ടുണ്ട്. അതുപോലെ തന്നെ മോൾ ഭാഗത്തും നമ്മൾ കുറച്ചൊരു ഇഞ്ചോളം നമ്മൾ കൂടുതലിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലെ നന്നായി ഭംഗിയിൽ മടക്കി ഉള്ളിലേക്ക് ആക്കി കൊടുക്കുകയാണ് ഗം തേച്ചിട്ട് കേട്ടോ. അത് അടിയിലും മുകളിലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പോൾ അടിപൊളി ഒരു ക്ലാസി ലുക്കാട്ടോ. നല്ലൊരു സ്റ്റാൻഡേർഡ് നല്ല ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ അതുപോലെ ഒരു നല്ല അടിപൊളി നല്ലൊരു സൈസിൽ തോന്നിക്കുന്ന ഒരു പോട്ടാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അതിൽ നമ്മൾ ഈ ഫ്ലവർ സെറ്റിങ്സിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പച്ച ഇതുണ്ടല്ലോ സ്പോഞ്ച്, അത് വെച്ചിട്ടാണ് നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ മാഞ്ചിയത്തിൻ്റെ മരത്തുമുണ്ടാവുന്ന ഒരു എന്തോ ഒരു സംഭവമാണ്. അതും ഇങ്ങനെ ഉണങ്ങിയിട്ട് കിട്ടും. അപ്പോൾ ഇത് വെച്ചുള്ളൊരു ഡെക്കോറിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് പറക്കയിൽ കുറച്ച് ബാക്കിയുള്ളത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നതാണ് അതിൻ്റെ ലിങ്ക്. അപ്പോൾ അതൊന്ന് എല്ലാവരും കയറി കാണണേ. അപ്പോൾ നമ്മൾ അത് ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ തന്നെ ടൂത്ത് പിക്കിൻ്റെ വലിയ സ്റ്റിക്ക് എടുത്തിട്ട് ഇതിലേക്ക് വെറുതെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കണുള്ളൂ. നമ്മൾ ഒട്ടിക്കൊന്നും ചെയ്യണില്ല, വെറുതെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. നമ്മൾ ഈ പേപ്പർ മാത്രം നമ്മൾ പല സൈസിൽ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഒരു പൂർണ്ണത വരുന്നില്ല. അപ്പോൾ നമ്മളതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഈ പച്ച ഇതിൻ്റെ സാധനമാണ് കേട്ടോ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു പോട്ടിൽ വേറൊരു പോട്ടിൽ വെച്ചിട്ട് നമ്മളിത് സെറ്റ് ചെയ്യണം. കണ്ടില്ലേ, നമ്മളിതേപോലെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തപ്പോൾ ആകെ ഒരു കുറച്ച് എന്തോ ഒരു ഫുൾഫില്ലാവാത്തൊരു ക്ലാസ് ലുക്ക് വരാത്ത പോലെ. അപ്പോൾ നമ്മൾ അപ്പോഴാണ് ഈ സാധനം വെച്ച് നമ്മൾക്ക് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ വന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഫുള്ളായി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ ഒരു ബ്ലാക്കും നമ്മൾ അക്രിലിക്കും ഗോൾഡൻ അക്രിലിക് വെച്ച് നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയായിട്ടില്ലേ? എല്ലാം നമ്മൾ കത്തിച്ച് കളയുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വർക്ക് എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം നമ്മൾ കത്തിച്ച് കളയുന്നതാണ്. എന്തൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് നോക്കൂ. നമ്മൾ പറഞ്ഞ ആ ചാലഞ്ച് വീഡിയോൻ്റെ ലിങ്കും അതുപോലെ തന്നെ ആ മാഞ്ചിയത്തിൻ്റെ ആ ഡെക്കോറില്ല, അടിപൊളി ഡെക്കോറായിരുന്നു, അതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് എല്ലാവരും കാണണം. നല്ല അടിപൊളി ഡെക്കോറും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിത് ഈ വീടിൻ്റെ കോർണറിൽ നല്ലൊരു അടിപൊളി സ്റ്റാൻഡുമേ ഇതൊക്കെ വെക്കുമ്പോൾ ഒരു അടിപൊളി ലുക്കാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ വരുന്നവരെ